അസ്സലാമു അലൈക്കും. അപ്പോൾ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഈദ് മുബാറക്. അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു അടിപൊളി ഈദ് റെസിപ്പിയും കൊണ്ടാണ്. ഒരു അടിപൊളി ചിക്കൻ ട്രഫിൾ കേക്കാണ് ഇന്നോട് ചെയ്തിട്ടുള്ളത്. വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കാൻ പറ്റും. അതേപോലെ എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പി കൂടിയാണ്. ചിക്കൻ മായോ കോംബോ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണിത്. ഇനി നമുക്കിതിൻ്റെ പ്രിപ്പറേഷൻ കാണാം. ആദ്യം തന്നെ ഇതിന് സ്പോഞ്ച് തയ്യാറാക്കി എടുക്കണം. അതിനുവേണ്ടി ഒരു അരിപ്പയിലേക്ക് 1.5 കപ്പ് മൈദ, അതേപോലെ 1.5 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 3/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇതൊക്കെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുക. ഇനി ഇതൊരു വിസ്ക് ഉപയോഗിച്ചിട്ട് നന്നായി മിക്സ് ചെയ്യുക. ഇങ്ങനെ ആകുമ്പോൾ നമ്മൾ 3 പ്രാവശ്യം ഒന്നും ഇങ്ങനെ അരിച്ചെടുക്കേണ്ട ആവശ്യം വരുന്നില്ല. ഇനി കേക്കിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് വെജിറ്റബിൾസ് അരിഞ്ഞെടുത്തിട്ടുണ്ട്. 1.5 കപ്പ് ക്യാബേജ്, 1 കപ്പ് ക്യാരറ്റ്, അതുപോലെ 3/4 കപ്പ് സവാള, 1/4 കപ്പ് മല്ലിയില, 1/4 കപ്പ് ക്യാപ്സിക്കം, പിന്നെ ഒരു 1-2 പച്ചമുളക് ഇങ്ങനെ കനം കുറഞ്ഞ വട്ടത്തിൽ അരിഞ്ഞത്. അതേപോലെ ഡ്രിപ്പ് ചെയ്യാൻ വേണ്ടി എളുപ്പത്തിന് ഇതേപോലെ ഒരു ബോട്ടിലിൽ നമ്മുടെ ടൊമാറ്റോ സോസ് ആക്കി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ആദ്യം തന്നെ തയ്യാറാക്കി വെക്കണം. പിന്നെ കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇതൊക്കെ ചേർത്തിട്ട് ഫ്രൈ ചെയ്തിട്ടുള്ള ചിക്കനാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ മാരിനേറ്റ് ചെയ്തിട്ട് ചിക്കൻ ഫ്രൈ ചെയ്യാവുന്നേ ഉള്ളൂ. കേക്കിൻ്റെ സ്പോഞ്ച് തയ്യാറാക്കുന്നതിന് മുൻപ് തന്നെ നമ്മൾ വെജിറ്റബിൾസൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കണം. അങ്ങനെ വെജിറ്റബിൾസൊക്കെ മിക്സ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതിലേക്ക് 1.5 ടീസ്പൂൺ കുരുമുളക്, അതേപോലെ 1.5 ടീസ്പൂൺ ഗരം മസാല പൊടിച്ചത്, പിന്നെ പാകത്തിന് ഉപ്പ് ഇതും കൂടെ ചേർത്തിട്ട് മിക്സ് ചെയ്യുക. പിന്നെ ഉപ്പ് കൂടി പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം, കാരണം മയോണൈസിലൊക്കെ അത്യാവശ്യം ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ടാവും. ഇനി നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഇനി വേണ്ടത് ഒരു ചെറുനാരങ്ങയുടെ നീരാണ്. നന്നായി പിഴിഞ്ഞെടുക്കുക. എന്നിട്ട് ഇത് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്യാം. ഇനി നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള ചിക്കനും കൂടെ ഇതിൻ്റെ ഒപ്പിട്ടിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് കേക്കിൻ്റെ സ്പോഞ്ച് തയ്യാറാക്കാൻ വേണ്ടി തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് 6 മുട്ട എടുത്തിട്ടുണ്ട്. ഇത് നന്നായി ഒന്ന് ബീറ്റ് ചെയ്യുക. 5 മിനിറ്റ് ലോ സ്പീഡിലിട്ട് ബീറ്റ് ചെയ്ത ശേഷം പിന്നെ ഹൈ സ്പീഡിലിട്ടിട്ട് ബീറ്റ് ചെയ്യുക. ഇപ്പോൾ ഒരു 8 മിനിറ്റ് ആയപ്പോൾ ഇതേപോലെ നല്ല ഫ്ലഫി ആയി വന്നിട്ടുണ്ട്. ഈ നേരത്ത് പാകത്തിനുള്ള ഉപ്പ്, അതായത് ഒരു 1/2 ടീസ്പൂൺ ഉപ്പ്, പിന്നെ 1 ടീസ്പൂൺ പഞ്ചസാര ഇതൊക്കെ ചേർത്തിട്ട് പിന്നെ ബീറ്റ് ചെയ്തിട്ട് നന്നായി മിക്സ് ചെയ്യുക. പിന്നെ അല്പം മഞ്ഞൾപ്പൊടി അല്ലെങ്കിൽ യെല്ലോ ഫുഡ് കളർ ഇതിലേതെങ്കിലും ഒന്ന് ആഡ് ചെയ്യുക. ജസ്റ്റ് കാണാൻ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ്, അങ്ങനെ നിർബന്ധമൊന്നുമില്ല. പിന്നെ നേരത്തെ അരിച്ച് വെച്ചിട്ടുള്ള ഫ്ലോർ കുറേശ്ശെ ആയിട്ട് ഇതിൻ്റെ ഒപ്പം ചേർത്ത് കൊടുക്കുക. ഒരു പകുതി ഫ്ലോർ ചേർത്തതിന് ശേഷം 3 ടേബിൾ സ്പൂൺ തൈര് കൂടി ഇതിൻ്റെ ഒപ്പം ചേർത്തിട്ട് പതുക്കെ അങ്ങനെ യോജിപ്പിച്ചെടുക്കുക. പിന്നെ 2 ടേബിൾ സ്പൂൺ തൈര് ചേർത്തിട്ട് പിന്നെ ഫ്ലോർ മിക്സ് കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇത് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ ബാറ്റർ നന്നായി താഴ്ന്നു പോകാതിരിക്കാൻ ശ്രദ്ധിക്കുക. എന്നിട്ട് ഏറ്റവും ലാസ്റ്റ് നമ്മൾ കുറച്ച് ഓയിൽ, അതായത് 1.5 ടീസ്പൂൺ ഓയിൽ ചേർത്തിട്ട് പതുക്കെ ഇതേപോലെ വിസ്ക് വെച്ചിട്ട് മിക്സ് ചെയ്തെടുക്കുക. കേക്കിൻ്റെ സ്പോഞ്ച് തയ്യാറാക്കാൻ വേണ്ടിയിട്ടുള്ള ബാറ്റർ അങ്ങനെ റെഡി ആയിട്ടുണ്ട്. 8 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ബാറ്റർ കുറേശ്ശെ ആയിട്ട് ഇങ്ങനെ ചേർത്ത് കൊടുക്കുക. പിന്നെ 2 കപ്പ് കേക്ക്സ് കൂടി ഇതിൻ്റെ ഒപ്പം തയ്യാറാക്കി എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ തവി വെച്ചിട്ട് 1-2 തവി കേക്ക് ബാറ്റർ ഇതിലേക്ക് പതുക്കെ ഒഴിച്ച് കൊടുക്കാം. അതുപോലെ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. എന്നാലാണ് ഞാൻ ഫ്യൂച്ചറിൽ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്കത് നോട്ടിഫിക്കേഷനായിട്ട് വരിക.
പേപ്പർ കപ്പിൽ ബാറ്റർ ഒഴിച്ച ശേഷം ബാക്കിയുള്ള ബാറ്റർ മൊത്തം കേക്ക് ടിന്നിലാണ് ഒഴിച്ച് വെച്ചിട്ടുള്ളത്. ഇനി ഇതൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ടൊരു 35 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കുക. അങ്ങനെ നമ്മുടെ സ്പോഞ്ച് റെഡി ആയിട്ടുണ്ട്. ഇത് 3 ലെയറായിട്ട് കട്ട് ചെയ്യുക. പിന്നെ ചൂടോടുകൂടെ തന്നെ വേണം ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കാൻ വേണ്ടിയിട്ട്. പിന്നെ കുറച്ച് തിക്കായിട്ട് മയോണൈസ് തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. 5 മുട്ട വെച്ചിട്ടാണ് മയോണൈസ് തയ്യാറാക്കിയിട്ടുള്ളത്. അതേപോലെ 2 കപ്പ് ഓയിലും കൂടെ ചേർത്തിട്ടുണ്ട്. എന്നാലാണ് നല്ല സ്റ്റിക്കായിട്ട് ഇരിക്കുള്ളൂ. അതിന് വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തത്. ഇനി ഫസ്റ്റ് ലെയർ വെച്ച് കൊടുത്തിട്ട് ടൊമാറ്റോ സോസ് ഇതേപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മൾ നോർമൽ കേക്കിലൊക്കെ ചെയ്യുന്ന പോലെ, അതായത് വിപ്പിംഗ് ക്രീം ചേർത്തിട്ട് ഇങ്ങനെ സ്പ്രെഡ് ചെയ്യണ പോലെ തന്നെ മയോണൈസ് ചേർത്തിട്ട് സ്പ്രെഡ് ചെയ്യുക. നമ്മൾ ക്രീം എടുക്കണം അതേ കട്ടിയിൽ തന്നെ മയോണൈസ് എടുക്കാൻ പാടില്ല. കുറച്ചൊന്ന് കട്ടി കുറച്ചിട്ട് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കിയിട്ടുള്ള ഫില്ലിങ് ഇതിൻ്റെ മേലെ വെച്ച് കൊടുക്കുക. അങ്ങനെ വെച്ച് കൊടുത്ത ശേഷം ആ സ്പാച്ചുല വെച്ചിട്ട് തന്നെ നന്നായി പ്രസ് ചെയ്ത് കൊടുക്കണം. ഇനി ഇതിൻ്റെ മേലെ ടൊമാറ്റോ സോസ് നേരത്തെ ചെയ്ത പോലെ തന്നെ ഒന്ന് സ്പ്രെഡ് ചെയ്യാം. ഇനി ഇതിൻ്റെ മേലെ മയോണൈസ് വേണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ വെച്ചിട്ട് ഒരു സ്പൂൺ വെച്ചിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ പരത്തിയെടുത്താൽ മതി. ഇനി സെക്കൻഡ് ലെയർ വെച്ച് കൊടുത്തിട്ടുണ്ട്. അത് നന്നായി പ്രസ് ചെയ്ത് വെക്കുക. എന്നിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ ടൊമാറ്റോ സോസ് ഒന്ന് സ്പ്രെഡ് ചെയ്യുക. പിന്നെ അടുത്തതായിട്ട് മയോണൈസ് വെച്ചിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ കപ്പ് കേക്ക്സിൽ വെക്കാനുള്ള ഫില്ലിങ് ഒഴിച്ച് ബാക്കി എല്ലാ ഫില്ലിങ്ങും ഇതിൻ്റെ മേലെ തന്നെ വെച്ച് കൊടുക്കുക. ഇനി സ്പാച്ചുല വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത ശേഷം ഇതേപോലെ ടൊമാറ്റോ സോസും കൂടി സ്പ്രെഡ് ചെയ്യുക. ഇനി നമുക്ക് മൂന്നാമത്തെ ലെയറും കൂടെ വെച്ച് കൊടുത്തിട്ട് മയോണൈസ് വെച്ചിട്ട് ഫ്രോസ്റ്റ് ചെയ്തെടുക്കാം. ഇനി കേക്കിൻ്റെ സൈഡിലും മയോണൈസ് വെച്ചിട്ട് കവർ ചെയ്തെടുക്കുക. പിന്നെ നോർമൽ കേക്ക് വരുന്ന പോലെ നല്ല ഫിനിഷിങ്ങിലൊന്നും വരില്ല. കാരണം നമ്മൾ വിപ്പിംഗ് ക്രീം അല്ല മയോണൈസ് വെച്ചിട്ടാണ് ഫ്രോസ്റ്റ് ചെയ്യണത്. അപ്പോൾ അതിൻ്റേതായ വ്യത്യാസങ്ങൾ എന്തായാലും ഉണ്ടാവും. ഇനി ഒരു സ്ക്രാപ്പർ വെച്ചിട്ട് ഇതിൻ്റെ സൈഡൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. ഇനി പറ്റുന്ന രീതിയിൽ സ്പാച്ചുല വെച്ചിട്ട് മേലെ ഒന്ന് സെറ്റാക്കുക. പിന്നെ മയോണൈസ് ഇതേപോലെ ഒരു പൈപ്പിംഗ് ബാഗിലാക്കി ഫ്ലവർ നോസിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് അധികം നേരം ഇരിക്കൊന്നുമില്ല. നമ്മളെല്ലാ ഡെക്കറേഷനും കഴിഞ്ഞ് ലാസ്റ്റ് വേണം ഈ ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി ഇതേപോലെ ടൊമാറ്റോ സോസും ഇതിൻ്റെ മേലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് മിന്റ് ലീവ്സും അതുപോലെ ഫോണ്ടൻ കട്ടർ വെച്ചിട്ട് കട്ട് ചെയ്തിട്ടുള്ള ക്യാരറ്റ്, അതായത് സ്റ്റാർ ഷേപ്പിലുള്ള ക്യാരറ്റും കൂടി ഇതിൻ്റെ ഒപ്പം വെച്ച് കൊടുക്കാം. ഇനി ടൊമാറ്റോ വെച്ചിട്ട് റോസ് റെഡിയാക്കിയിട്ടുണ്ട്. അതും അതേപോലെ ഒരു ചെറുനാരങ്ങയുടെ പകുതി കട്ട് ചെയ്തിട്ട് ഇതേപോലെ വെച്ച് കൊടുക്കാം. പിന്നെ ഈദ് മുബാറക്കിന് എഴുതിയിട്ടുള്ള ഒരു കേക്ക് ടോപ്പർ കൂടി ഉണ്ട്. അതും കൂടെ ഇതിൻ്റെ മേലെ വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ നമ്മുടെ ചിക്കൻ ട്രഫിൾ കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി കപ്പ് കേക്ക്സിൽ ഏറ്റവും മേലെ ആ ഫില്ലിങ് വെച്ച് കൊടുത്ത ശേഷം ഇതേപോലെ മയോണൈസ് വെച്ചിട്ട് ഫ്ലവർ പോലെ വരച്ചെടുക്കുക. അങ്ങനെ നമ്മുടെ ചിക്കൻ മയോ ട്രഫിൾ കേക്ക് റെഡി ആയിട്ടുണ്ട്. ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. പിന്നെ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അതുപോലെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഒന്നും കൂടെ സിൻഡ്രല്ല കിച്ചൻ്റെ ഹൃദയം നിറഞ്ഞ ഈദ് മുബാറക്. അസ്സലാമു അലൈക്കും.